Once again, welcome to B Square. കഴിഞ്ഞ പാർട്ട് 2-ൽ ഞാൻ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഈ പാർട്ടിൽ ഞാൻ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? Write down the sequence of natural numbers leaving remainder 1 on division by 3. Remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സീക്വൻസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. റിമൈൻഡർ 1 on division by 3 റിമൈൻഡർ 2 on division by 3. ഏതൊക്കെ നമ്പേഴ്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം എഴുതാം. 1 2 3 4 5 6. ഇനി അങ്ങോട്ടുള്ളതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോഴാണല്ലോ നമുക്ക് റിമൈൻഡർ കിട്ടാം. 1നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 0 ടൈംസ് ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 1 കിട്ടി. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഈ സീക്വൻസിലെ റിമൈൻഡർ 1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ് ഈ 1? ഓക്കെ ആണ് അതിന്. അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസിന് ഒരു പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിന് എ എന്ന് കൊടുക്കാം. എ ഈ സീക്വൻസിന്. അപ്പൊ ഏത് ആദ്യത്തെ എലമെന്റ് ഏതാണ്? ആദ്യത്തെ ടേം ഏതാണ്? 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 2നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഡിവൈഡ് ഇങ്ങനെ എഴുതി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇപ്പൊ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ല് പോവില്ല. അപ്പൊ എന്താവും? 0 ടൈംസ് ആണ് വരാ. അപ്പോ ഇവിടെ 20 വന്നു, ഇവിടെ 6 18. നമുക്ക് 2 തന്നെ കിട്ടി. കാരണം എന്താണ്? ഇവിടെ 2ല് 3 ടൈംസ് പോവില്ല, അതുകൊണ്ടാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 2 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോ ഇവിടെ 2 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സീക്വൻസിനുള്ള ടേം ആയി. ആ സീക്വൻസിനെ നമുക്ക് ബി എന്ന് കൊടുക്കാം. ബി ഈക്വൽ ടു എത്രയാണ്? ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം 2 ആണ്. ഇനി നമുക്ക് ടേം വേണം. അപ്പോ നമുക്ക് 3നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 1 കിട്ടും. സോറി, റിമൈൻഡർ 0 കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 0 കിട്ടുമെന്ന് നമുക്ക് അല്ലെങ്കിലും അറിയാം. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി 4നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക റിമൈൻഡർ ആയിട്ട്? ഇതിനകത്ത് 1 ടൈംസ് പോവില്ലേ? ഒരു പ്രാവശ്യം പോവില്ലേ? 1 3 3. ബാക്കി എന്ത് റിമൈൻഡർ ആയിട്ട് കിട്ടും? 1 തന്നെ റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഒരു ട്രെൻഡ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ 4നെ ഡിവൈഡ് ചെയ്തു. 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോകും, ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ 1 ടൈംസ് 3 എന്ന് പറഞ്ഞ് പോയി, 3 സബ്ട്രാക്റ്റഡ് ആയി. അപ്പൊ എത്ര കിട്ടും? 1 കിട്ടും. ഇപ്പൊ നമ്മൾ 5നെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ 5ന് എത്ര പ്രാവശ്യം 3 ഉണ്ട്? ഒരു പ്രാവശ്യം 3 ഉണ്ട്. അപ്പൊ 5ന് ഒരു പ്രാവശ്യം 3 പോയി, ബാക്കി എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അപ്പൊ ഈ ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ എഴുതാം. അപ്പോ ഈ 4നെ ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? റിമൈൻഡർ 1 കിട്ടി. റിമൈൻഡർ 1 കിട്ടി. അതിന്റെ അർത്ഥം എന്താ? ഈ സീക്വൻസിൽ പെടും, അതായത് എയിൽ പെടും. അപ്പൊ എയിൽ അടുത്ത എലമെന്റ് ഏതാണ്? 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് 5നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഞാൻ പറഞ്ഞു ഒരു ടൈംസ് ആണ് 3 പോള്, ഒരു പ്രാവശ്യമാണ് 3 പോള്. അപ്പോ 2 നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതേ സെയിം ആൻസർ തന്നെ കിട്ടും റിമൈൻഡർ ആയിട്ട്. അപ്പോ 5ന് റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അപ്പൊ ഏത് സീക്വൻസിൽ പെടും? ഈ സീക്വൻസിൽ പെടും. 5 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ ഈ സീക്വൻസ് നമ്മുടെ അടുത്ത് എഴുതാൻ ചോദിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ്
3 ടേം എങ്കിലും വേണം. 2 ടേം കൊണ്ട് പറ്റില്ല, അറ്റ്ലീസ്റ്റ് 3 ടേം. 3 ടേം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് ഒക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപകാരം ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 3 ടേം മാത്രം എഴുതിയാൽ മതി. ഞാനിവിടെ 3 ടേം മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 6നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 6നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കേട്ടാ, 3യുടെ മൾട്ടിപ്പിൾ ആണല്ലേ. ഒരു പ്രാവശ്യം 3 എടുക്കാൻ പറ്റും, പിന്നെ രണ്ടാമത് എടുക്കാൻ പറ്റും. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് കിട്ടും? റിമൈൻഡർ 0 കിട്ടും. ഇനി നമുക്ക് 7നെ ഡിവൈഡ് ചെയ്യുമ്പോഴോ, അവിടെ നമുക്ക് ഈ 6ന്റെ കാര്യം നമുക്ക് അറിയാം അല്ലെ. 2 പ്രാവശ്യം പോകും, പിന്നെ എന്താണ്, പിന്നെ ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല, 0 ആണ്. പക്ഷെ ഇവിടെ 7 വന്നാലോ, 7 വരുമ്പോൾ നമുക്ക് എന്ത് വരും? 3 2s are 6 എഴുതാൻ പറ്റും. ബാക്കി എത്ര വരും? 1 റിമൈൻഡർ ആയിട്ട് വരും അല്ലെ. ഇത് നമുക്ക് നേരത്തെ ആ നമ്പറിനെ കാണുമ്പോൾ തന്നെ മുൻകൂട്ടി പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ 7നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 7നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 1 കിട്ടും റിമൈൻഡർ. അത് ഏത് സീക്വൻസ് ആണ്? എയിലാണ്. അപ്പൊ നമുക്ക് 7 ഇവിടെ എഴുതാം. ഇനി ഒരു നമ്പറും കൂടി നമുക്ക് കിട്ടിയാൽ മതി, ബിയിൽ ഒരു നമ്പർ കിട്ടിയാൽ മതി. എയുടെ സീക്വൻസ് ആയി കഴിഞ്ഞു. ഇനി ബിയിലെ നമുക്ക് ഒരു നമ്പർ കൂടി എഴുതാം, 8 എഴുതാം. 8 എഴുതുമ്പോഴോ ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി. 8നെ ഡിവൈഡ് ചെയ്യുക 3 കൊണ്ട്. 2 പ്രാവശ്യം പോവും, മൂന്നാമത് പോവോ? ഇല്ല. അപ്പൊ 2 പ്രാവശ്യം പോയി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ബാക്കി എത്ര വരും? 2 വരും. സോറി, 8. ബാക്കി എത്ര വരും? 2 വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ റിമൈൻഡർ 2 വരുന്നത് ഈ സീക്വൻസിലാണ്. അപ്പൊ ഈ സീക്വൻസിന്റെ ഇതാണ് 8 വരും. അപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ നമ്പേഴ്സും ഇതുപോലെ 8 നമ്പേഴ്സ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് കിട്ടും. അല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണെങ്കിൽ അതാണ് ബെറ്റർ. നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോഴും ഇത് എക്സാമിന് ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്. അപ്പോ നിങ്ങൾ നമ്പർ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ 3 ഡിവൈഡ് ബൈ 3 0 ആണ്. ഓക്കെ, 3യുടെ മൾട്ടിപ്പിൾ വരുന്നത്, അതായത് നമുക്ക് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിട്ടില്ലേ, അതായത് 1 3s are 3. അപ്പോ ഇതിനെന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. 3യുടെ മൾട്ടിപ്പിൾ വരുന്നത്. 3യുടെ വേറെ മൾട്ടിപ്പിൾ ഏതാ? 6 ആണ് അല്ലെ. 3 2s are 6. അവിടെയും 0 വരും. ഇനി അടുത്തത് ഏതാ? 9 ഉണ്ട് അല്ലെ. 9ഉം 0 തന്നെ വരും. അപ്പൊ ബാക്കിത്തെ നമ്പേഴ്സോ, ഇവിടെ 3 പോകില്ല. അപ്പൊ ഇവിടെ 3 റിമൈൻഡർ എത്ര വരും? 1 വരും. ഇവിടെയോ 2 വരും. പിന്നെ വീണ്ടും 0, പിന്നെ വീണ്ടും 1, പിന്നെ വീണ്ടും 2, പിന്നെ 0, 1 2 0. ഇതുപോലെ പോയിക്കൊണ്ടിരിക്കും. 4th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റൈറ്റ് ഡൗൺ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 and describe it in 2 other ways. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു സീക്വൻസ് എഴുതാനാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്ന നമ്പേഴ്സ് ആയിരിക്കും. 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്ന നമ്പേഴ്സ്, അതായത് അവര് ഇവിടെ ഓർമ്മ ഉദ്ദേശിക്കുന്നത് 1ലും 6ലും അവസാനിക്കുന്ന നമ്പേഴ്സ്. അതുകൊണ്ടുള്ള ഒരു സീക്വൻസ്. ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 1 വരും അല്ലെ. 1ൽ അവസാനിക്കുന്നതെന്ന് പറയുമ്പോൾ 1 വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 3 4 5 6. 6ൽ അവസാനിക്കുന്നത് തന്നെയല്ലേ. അതെ, 6. അടുത്തത് 11 16 21 26. ഇങ്ങനെ ഈ സീരീസ് ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ അടുത്ത് നമ്മള് സീക്വൻസ് എഴുതി. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് ചെയ്തു. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. ഇത് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? നമുക്ക് ഒന്നല്ലെങ്കിൽ പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞ ഇക്വേഷനിലുള്ള xn is equal to f plus n minus 1 into d. ഈ ഇക്വേഷൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് xn ഏതാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എഫും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ xn കണ്ടുപിടിക്കാം. xn എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനെല്ലാത്തിനും പൊസിഷൻ ഉണ്ടല്ലോ, 1 2 3 4 5 6. ഇതിനകത്ത് ഞാനിപ്പോ xn ഈ n ന് പകരം 4 കൊടുക്കാണ്. n എന്താണ്? പൊസിഷൻ ആണ്. അപ്പൊ
x4 എന്ന് പറയുമ്പോൾ 4ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന നമ്പർ, അതായത് 16. അപ്പോ നമുക്കിപ്പോ ഏതൊരു സീക്വൻസിന് വേണമെങ്കിലും ഇതുപോലത്തെ ഒരു ഇക്വേഷൻ പോലെ കൺസ്ട്രക്ട് ചെയ്യാം ഇതിൽ നിന്ന്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, എന്നിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട. nth ടൈം ഏത് വേണമെങ്കിലും ആവാലോ, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ എന്നിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല, പകരം ബാക്കിയുള്ള എഫിനും ഡിക്കും മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ് എന്താണ്, 1 ആണ്. ഡി എന്താണ്, കോമൺ ഡിഫറൻസ്. ഡി എന്താണ്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ടേം സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 5 സെലക്ട് ചെയ്തു, അതിന്റെ പ്രിസീഡിംഗ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതായത് 6 മൈനസ് 1, അതായത് 5. അപ്പോ എക്സ് എൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമായ 1 പ്ലസ് n അങ്ങനെ തന്നെ വിടുക, n മൈനസ് 1 ഇൻറ്റു 5. ഇനി ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ്, അതായത് 1 പ്ലസ് ഈ 5നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 5n മൈനസ് 5, ദാറ്റ് ഈസ് 5n. 1ഉം മൈനസ് 5ഉം, 1 മൈനസ് 5 എത്ര, മൈനസ് 4, മൈനസ് 4. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഒരു രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു രീതിയിൽ നമ്മുടെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു സീക്വൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി ഇനിയുണ്ട്. അപ്പോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സീക്വൻസ് 1ൽ സ്റ്റാർട്ട് ചെയ്യുകയും കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ വേർഡ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, അതും ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേർഡ്സിൽ നിങ്ങൾ എഴുതിയാൽ മതി. പിന്നെ വേറൊരു ഡിസ്ക്രിപ്ഷൻ വേണം, ഇതും ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. ഇത് എഴുതിയില്ലെങ്കിൽ നമുക്ക് വേർഡ്സിൽ എഴുതാം, അതും അല്ലെങ്കിലോ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി വേണം, 2 ഡിസ്ക്രിപ്ഷൻ വേണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, അത്രേ ഉള്ളൂ. നമുക്ക് അതിന് എല്ലാ ക്വസ്റ്റിനും ഇതുപോലെ പറ്റണമെന്നില്ല, 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ. പക്ഷെ നമുക്ക് ജസ്റ്റ് നോക്കാം, ഈ സീക്വൻസിന് വരെ പ്രത്യേകത ഉണ്ടോ നോക്കാം, അപ്പോഴാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് നോക്കിയാല് നമുക്ക് മനസ്സിലാവും, നമ്മൾ മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യന്റെ അതേ ഒരു പാറ്റേൺ ഇതിനുണ്ട്. നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനില് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നു എന്നുള്ളതുണ്ട്. ഇതിനും അങ്ങനെ ഒരു പ്രത്യേകതയില്ലേ, അതായത് നമ്മൾ ഇതിനകത്ത് എല്ലാ ടേമിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും, 1 റിമൈൻഡർ ആയിട്ട് കിട്ടും. അപ്പോ നമുക്ക് വേർഡ്സിൽ എഴുതാം, if we divide a term in the sequence with 5 we get remainder 1. അത് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അപ്പോ ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്ന്, ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 5 ഉള്ള ഒരു സീക്വൻസ് ആണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് ടേമിനെ വേണമെങ്കിലും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, റിമൈൻഡർ 1 കിട്ടും എന്ന് എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water, 1000 liters of water, and it flows out at a rate of 5 liter per second, 5 liter per second. How much water is there in tank after each second? Write it as a sequence. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ടാങ്കില് 1000 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഒരു ടാങ്ക്, അതിനകത്ത് 1000 ലിറ്റർ വെള്ളം, 1000 ലിറ്റർ വെള്ളം, ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് എ റേറ്റ് ഓഫ് 5 ലിറ്റർ പെർ സെക്കൻഡ്. 5 ലിറ്റർ ഓരോ സെക്കൻഡിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഓട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാപ്പോ തുറന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടെ 5 ലിറ്റർ ഓരോ സെക്കൻഡും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്? ഓരോ സെക്കൻഡ് കഴിയും തോറും ടാങ്കിൽ എത്രത്തോളം വെള്ളമുണ്ട്, ഈ ടാങ്കിൽ എത്രത്തോളം വെള്ളമുണ്ട്.
അപ്പൊ നമുക്ക് അല്ലേലും അറിയാം ഇവിടെ 1000 ലിറ്റർ വെള്ളമുണ്ട്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ എഴുതി വെക്കാം W ഈസ് ഈക്വൽ ടു, ഇവിടെ 1000 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഈ ടാങ്കിൽ എത്രത്തോളം വെള്ളം ഉണ്ടാവും? അപ്പോ 1000 ലിറ്റർ വെള്ളമുണ്ട്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് ഒരു സെക്കൻഡിൽ എന്താവും? 5 ലിറ്റർ പോവാണ്. 5 ലിറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് 5 ലിറ്റർ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? 1000-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യണം. 1000-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 995. അപ്പോ ഇത്രത്തോളം വെള്ളമാണ് എന്ത് ടാങ്കിലുള്ളത്. 1000-ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ 995. 2 സെക്കൻഡ് കഴിയുമ്പോഴോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 995-ൽ നിന്ന് വീണ്ടും 5 ലിറ്റർ പോവാണ്. വീണ്ടും 5 ലിറ്റർ പോവാണ്. അപ്പൊ 995 മൈനസ് 5, ദാറ്റ് ഈസ് 990. ഈ 990-ൽ നിന്നും വീണ്ടും 5 ലിറ്റർ പോവാണ്. എപ്പോ? 3 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പൊ എത്ര കിട്ടും? 985. അപ്പൊ ഈ സെക്കൻഡ് എന്ന് പറയുന്നതിന് എന്താണ് പ്രാധാന്യം ഇവിടെ? ഈ സെക്കൻഡ് എല്ലാം ഒരു ടേമിന്റെ പൊസിഷൻ എന്നിന് ഈക്വൽ അല്ലേ? ഇവിടെ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 995 ലിറ്റർ, 2 സെക്കൻഡ് കഴിയുമ്പോൾ 990, 3 സെക്കൻഡ് കഴിയുമ്പോൾ 985. ഇങ്ങനെ ഈ സെക്കൻഡ് ഒക്കെ എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊസിഷന് പോലെ ഫംഗ്ഷൻ ചെയ്യുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇങ്ങനെ 3 ടേം നമുക്ക് കിട്ടി. ഈ 3 ടേമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു സീക്വൻസ് ചോദിച്ചാൽ 3 ടേം ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 995, 2 സെക്കൻഡ് കഴിയുമ്പോൾ, 3 സെക്കൻഡ് കഴിയുമ്പോൾ, അങ്ങനെ. റൈറ്റ് ഇറ്റ് ആസ് എ സീക്വൻസ്. അതാണ് W ഈസ് ഈക്വൽ ടു 9. ഞാനിങ്ങനെ സീക്വൻസ് പോലെ എഴുതിയിരിക്കുന്നത് 995, 990, 985. അപ്പൊ എന്താണ്? W is the sequence. അപ്പൊ W ആണ് ഇവിടെ സീക്വൻസ് ആയിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ.